നമസ്കാരം. സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലെ ഉയർന്ന തസ്തികകളിലേക്കുള്ള നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭരണപക്ഷത്തെ അഭിഭാഷക സംഘടനയായിട്ടുള്ള ലോയേഴ്സ് കോൺഗ്രസിനും UDF കേന്ദ്രങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളും അതോടൊപ്പം തന്നെ അതൃപ്തികളുമൊക്കെ തന്നെ പുകയുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരും പ്രതിപക്ഷ അനുഭാവികളുമായിട്ടുള്ള വ്യക്തികൾ ഭരണമാറ്റത്തിന് ശേഷവും AG ഓഫീസിലെ താക്കോൽ സ്ഥാനങ്ങളിലും സുഖകരമായിട്ടുള്ള തസ്തികകളിലുമൊക്കെ തന്നെ തുടരുന്നതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ കുതന്ത്രങ്ങളെയും സ്വാധീനങ്ങളെയും ഒക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ തണലിൽ വളരാനായിട്ട് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് UDF സർക്കാർ. ഈ പശ്ചാത്തലത്തിൽ അർഹരായിട്ടുള്ള സ്വന്തം അണികളെ അവഗണിച്ച് മുൻ ഭരണകൂടത്തിൻ്റെ ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഇടപെട്ട് കടുത്ത തിരുത്തൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണെന്നാണ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെ തന്നെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ തിരുത്തൽ നടപടികളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലെ സീനിയർ ഗവൺമെൻറ് പ്ലീഡറായിരുന്ന അഡ്വക്കേറ്റ് M. വിപിനെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള കടുത്ത നിർദ്ദേശത്തെ തുടർന്ന് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത സംഭവം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കളമശ്ശേരി മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന P. രാജീവിന് വേണ്ടിയിട്ട് പരസ്യമായി രംഗത്തിറങ്ങുകയും UDF മുന്നണിയെ പരാജയപ്പെടുത്താൻ സജീവമായിട്ട് വോട്ട് പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ് അഡ്വക്കേറ്റ് M. വിപിൻ എന്ന് ലോയേഴ്സ് കോൺഗ്രസ് കൃത്യമായ തെളിവുകളോടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയമായി കോൺഗ്രസ് പ്രസ്ഥാനത്തെ തറപറ്റിക്കാൻ ശ്രമിച്ചവർ തന്നെ ഇപ്പോൾ ഭരണമാറ്റമുണ്ടായപ്പോൾ AG ഓഫീസിലെ സുഖകരമായിട്ടുള്ള ഈ സീനിയർ GP കസേരയിലിരുന്ന് സർക്കാർ ആനുകൂല്യങ്ങളും ശമ്പളവും കൈപ്പറ്റാൻ നോക്കുന്നത് കപട രാഷ്ട്രീയമാണെന്ന ആക്ഷേപം ശക്തമായി. പരാതി ലഭിച്ച നിമിഷം തന്നെ ഇടതുപക്ഷ സ്വാധീനങ്ങൾക്ക് വഴങ്ങില്ലെന്ന രാഷ്ട്രീയ ആർജവത്തോടെ മുഖ്യമന്ത്രി വിപിൻ്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. AG ഓഫീസിലെ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിക്കുന്ന രണ്ടാമത്തെ ധീരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് ഇതെന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ജാഗ്രതയുടെ തെളിവായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഇതിനു മുൻപ് ദേവസ്വം വകുപ്പിൻ്റെ പ്രത്യേക അഭിഭാഷകനായിട്ട് കയറിക്കൂടിയ അഡ്വക്കേറ്റ് KB പ്രദീപിൻ്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന വിവാദ സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനായിരുന്ന പ്രദീപിൻ്റെ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലവും മുൻകാല പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ പരിശോധിക്കാതെയായിരുന്നു ആദ്യഘട്ടത്തിൽ നിയമനം നടന്നിരുന്നത്. എന്നാൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ നിയമനത്തിലെ പോരായ്മകളുമൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മുഖ്യമന്ത്രി യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ പ്രദീപിനോടും അടിയന്തരമായിട്ട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരം തെറ്റായ നിയമനങ്ങൾ സ്വന്തം ഭാഗത്തുനിന്നുണ്ടായാൽ പോലും അവ തിരുത്താൻ കാണിക്കുന്ന ഇച്ഛാശക്തി അത് ഭരണതലത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റുന്നുണ്ട്. നിലവിൽ സീനിയർ GP ആയിട്ട് നിയമിക്കപ്പെട്ട P. ദീപ്തിയും സ്പെഷ്യൽ GP ആയിട്ട് നിശ്ചയിക്കപ്പെട്ട ജോൺ വർഗീസും ഇതുവരെയും തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുക്കാനായിട്ട് ധൈര്യം കാണിച്ചിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇതിൽ P. ദീപ്തിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ടുള്ള ദീർഘകാല ബന്ധം അത് ഇതിനോടകം തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലും UDF അണികൾക്കിടയിലുമൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. പാർട്ടി പശ്ചാത്തലം നോക്കാതെയും അർഹത മാനിക്കാതെയുമുള്ള നിയമനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന ഭയമാണ് ഇവരെ ചുമതലയേൽക്കുന്നതിൽ നിന്നുമൊക്കെ തന്നെ പിന്നോട്ട് വലിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ്. മുൻ ഭരണകാലത്തെ സ്വാധീനം ഉപയോഗിച്ച് AG ഓഫീസിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കാനും സ്വന്തം ആളുകളെ സംരക്ഷിക്കാനുമുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഈ ഒരൊറ്റ കടുത്ത ഇടപെടൽ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. UDF പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും ജനാധിപത്യ മൂല്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കോടതി മുറികളിലും പൊതുതെരുവുകളിലുമൊക്കെ തന്നെ ഒരുപോലെ പോരാടിയ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായിട്ടുള്ള നിരവധി അഭിഭാഷകർ ലോയേഴ്സ് കോൺഗ്രസിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനകളിലുമൊക്കെ തന്നെ സജീവമായിട്ട് നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെയും മുന്നണിയെയും സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന ഇത്തരം അഭിഭാഷകർക്ക് അർഹമായ നിയമനങ്ങളും മുൻഗണനകളുമൊക്കെ തന്നെ നൽകണമെന്ന ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ PK അബ്ദുറഹ്മാൻ്റെയും KPCC നേതൃത്വത്തിൻ്റെയും ഒക്കെ തന്നെ ആവശ്യം പൂർണ്ണമായും ന്യായമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ വിലയിരുത്തുന്നത്. സ്വന്തം അണികളുടെ വികാരങ്ങളെയും അധ്വാനത്തെയും മാനിച്ചുകൊണ്ട് മാത്രമേ ഒരു ജനാധിപത്യ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെയും അണിയറ നീക്കങ്ങളെയും ഒക്കെ തന്നെ കൃത്യമായ ജാഗ്രതയോടുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ എടുക്കുന്ന ഈ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും സാധാരണ പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. UDF ഭരണകാലത്ത് ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ടകളൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും വിടുവേല ചെയ്യാനായിട്ട് ആരെയും അനുവദിക്കില്ലെന്ന് ഈ നടപടികളിലൂടെ ഇപ്പോൾ സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. സ്വന്തം ഭാഗത്തെ തെറ്റുകൾ പോലും പാർട്ടി ഭേദമന്യേ തിരുത്താനും AG ഓഫീസ് പോലുള്ള സുപ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുതാര്യതയും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഒക്കെ തന്നെ നിലനിർത്താനും മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്.